സക്കരിയൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ ജനാസ അടക്കം ചെയ്യപ്പെട്ട സ്ഥലമാണ്. ഷാഫി മദ്ഹബിൽ തന്നെ വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം, ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടും, ഖാലിൽ ഖുലാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന വലിയൊരു മഹാനാണ്. മഹാനവറുകൾ 8-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. നമ്മുടെ ഈജിപ്തിൽ തന്നെയാണ് ജനിക്കുന്നത്. അദ്ദേഹം പഠനവുമായി ബന്ധപ്പെട്ട് അൽ അസ്ഹറിൽ പഠിക്കുകയും അദ്ദേഹം എന്നിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അദ്ദേഹം തിരിച്ച് ജന്മനാട്ടിലേക്ക് പോയെങ്കിലും പിന്നീട് ഇമാം ഷാഫി തങ്ങളുടെ ഈ ഖബറിനടുത്തുള്ള ഈ പള്ളിയിൽ ദറസെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി അദ്ദേഹം കണ്ടത് ഇമാം ഷാഫി തങ്ങളുടെ അടുക്കൽ അദ്ദേഹത്തിന് ദീനീ സേവനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ്. അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവ് അദ്ദേഹത്തിന് ഖാദിൽ ഖുലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സർവ്വ സൈന്യാധിപൻ എന്നുള്ള ആ ഒരു സ്ഥാനം കൊടുത്തെങ്കിലും അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി അത് ശിരസ വഹിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തു. പക്ഷെ അന്നത്തെ രാജാവിനോടുള്ള ചില തർക്ക വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടമായി. അത് അദ്ദേഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നീടുള്ള കാലം അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ദീനീ പ്രബോധനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാര് മഹാനായ ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാർ. വലിയ ഒരു ഭാഗ്യശാലിയാണ്. സക്കരിയൽ അൻസാർ എന്നാണ് മഹാനവറുകളെ പറ്റിയിട്ട് അറിയപ്പെടുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ പാത പിൻപറ്റി ജീവിക്കാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.